മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ മൊഴി. അത് ഫേസ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്പം എക്സാജറേഷൻ ഉണ്ട്. ഏത് സമയത്തും അയാൾ അത് മാറ്റി പറയും. എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ്. എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷെ എന്തോ എന്റെ കോൺഷ്യസ്നെസ് ഈ തെളിവുകൾ മൊഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മർഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ വേണ്ടേ? ഇനി ആകെപ്പാടെ ചോദ്യം ചെയ്യാനുള്ളത് ആ തോമാച്ചനും ആനയും കുറെ നാട്ടുകാരും മാത്രമാണ്. അവരിൽ നിന്നും വല്ലതും കിട്ടുമോ ആവോ? സംശയമാണ് സാർ. നമ്മളൊരാളെ വിട്ടുപോയി സാർ, ഡ്രൈവർ വാസുവിന്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ? എനിക്ക് ചില സംശയങ്ങളുണ്ട് സാർ. എന്താ പറയൂ. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ്. കമോൺ. പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കായിരിക്കും. കുമാരപുരം പഞ്ചായത്തിൽ രാത്രി 9:30 മണിവരെ മഴ പെയ്തിരുന്നു. സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ തീർന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമന ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? 1-2 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. എനിവേ വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട്. അല്ലേ സർ? യെസ്, എനിക്കും അതാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അലക്സ് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഏസ് വെച്ചതാ. അലക്സിനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ? എനിക്കറിയില്ല സർ. തോമാച്ചൻ ചാക്കോയുടെ ആരാ? അങ്കിളാണ് സർ. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കത് മനസ്സിലായി. നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം. ഹി മേ ബി വെരി യൂസ്ഫുൾ ടു അസ്. യെസ് സർ. സർ, ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? ചാക്കോ വയ്ക്കുള്ളൂ. ഓക്കെ. കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ SP-ക്ക് ഈ ആത്മഹത്യ പരിപാടി അത്ര രുചിച്ചിട്ടില്ല. ഇപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി. ആ ഡോക്ടർ എന്തൊരു ചതിയാ ചെയ്തത്. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ആ ഡോക്ടർ വേണ്ട പോലെ കണ്ടില്ലേ? പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ. എന്നാ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുമില്ല. എന്നിട്ടും ആ നായന്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ. അല്ല, ഈ SP ആളെങ്ങനെയാ? വീഴുവോ? വീഴും വീഴും. നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി IG അല്ല മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് SP പ്രഭാകർ വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായത്. മിസ്റ്റർ നാരായണൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർമ്മ ഇവിടെ ഉഴുതുമറിക്കും. തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു. പിന്നെ പൂജപ്പര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നരകം. ഇതിനെന്താ ഒരു പോം വഴി? അതും താൻ തന്നെ ഒന്ന് പറ. വർമ്മ ഈ കേസിൽ ഇടപെടരുത്. എത്രയും വേഗം അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ എങ്ങനെയാ? നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക്. നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഒരു കാര്യം, മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ചാക്ക് തന്നെ കരുതിക്കൊള്ളാൻ പറയാം ഔസേപ്പച്ചനോട്. അതിപ്പോ ഞാനിങ്ങനെ പറയും, താൻ കൂടി ഒന്ന് വാ. ഏയ്, ഞാനില്ല. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. പിന്നെ ഒരു കാര്യം, ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തില് നമ്മുടെ അലക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഈ ഉള്ളവനെ അങ്ങ് തഴിഞ്ഞേക്കരുത്. ഞാൻ പാറായുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല. കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന 3-4 പിള്ളേരുടെ തന്തയാ ഞാൻ. ഈ IG മന്ത്രിയും ഒക്കെ തിരുവനന്തപുരത്തുണ്ടോന്ന് ആർക്കറിയാം? ഫോണല്ലേ ഇരിക്കുന്നത്, വിളിച്ചു ചോദിക്ക്. ഞാൻ ഇറങ്ങുന്നു. മോളെ ആനി, മോളെ
മോളെ ആനി, മോളെ ഒന്ന് വായിക്ക. ഓമന കൊലക്കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. ഓമനയുടെ കൊലപാതകം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഡിവൈഎസ്പി പ്രഭാകര വർമ്മയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും പകരം പുതിയ ഡിവൈഎസ്പി ദേവദാസിനെ നിയമിക്കുകയും ചെയ്തു. കർത്താവേ, ഇത് വലിയ ചതിയായിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? നമുക്ക് ആ ചാക്കോച്ചിനെ പോയി കണ്ടിട്ട് വരാം. അത് നേരാ. എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടി. ട്രാഫിക്കിലേക്കാ മാറ്റം, വർമ്മ സാറിന് റൂറലിലേക്കും. ഇതെന്താ ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയത്? കാരണം നമുക്കല്ലേ ഇല്ലാത്തത്. പുതിയ ആളാരാ? ഡിവൈഎസ്പി ദേവദാസ് സാറാണെന്നാ കേട്ടത്. അയാൾ ആളെങ്ങനെയാ? അവർക്ക് കൊള്ളാം. ആർക്ക്? ആർക്കാണോ ഈ കേസിന്റെ സത്യം പുറത്തു വന്നാൽ ദോഷം അവർക്ക്. ഇങ്ങനെയൊക്കെ നടന്നാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ. ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താ മോനെ ഒരു മാർഗം? ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഈ കേസിനെതിരായി ആവുന്നത്ര പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം. പത്രങ്ങളിൽ കൂടിയും മറ്റു മാർഗങ്ങളിൽ കൂടിയും ഈ കേസ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാക്കണം. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ മോനെ? പെട്ടെന്ന് വേണ്ട, സാവകാശം മതി. പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷണം ആരംഭിക്കട്ടെ. പോലീസ് വരുന്നു. ജോൺ തോമസ്? ഞാനാണ് സാർ. ആനിയോ? ഞാനാ. തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം? എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല സാർ. അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണിയാണോ? അതോ ഔസേപ്പച്ചനെ? അതോ രണ്ടുപേരെയുമോ? എനിക്കറിയില്ല സാർ. സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കൊടുക്കാവുന്നേറ്റ സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല സാർ. ഔസേപ്പച്ചന് തോമാച്ചനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഉണ്ട്. വരൂ. എന്താ കാരണം? ഔസേപ്പച്ചന് ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ചു. എനിക്ക് അത്യാവശ്യം വന്നപ്പോ ഞാനത് തിരിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം വൈരാഗ്യമൊന്നല്ലോ. പക്ഷെ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത്. പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല. അവളുടെ ഒരു എഴുത്ത് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരു 6-7 മാസമായി. 6-7 മാസമായി അല്ലേ? ഔസേപ്പച്ചനും തോമാച്ചനോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓമനയെ തിരിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ തോമാച്ചനോട് നേരിട്ട് വൈരാഗ്യം തീർക്കാമായിരുന്നു. അല്ലാതെ ഓമനയെ കൊന്നുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഈ മരണം ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ സാറിന് എന്താ എത്ര നിർബന്ധം? തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ച ഉത്തരം പറയുക, നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയുക. മനസ്സിലായില്ലേ? മുമ്പൊരിക്കലും ഓമൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? അതോ അതും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണോ? ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? വിഷമം ഉണ്ടാകാതിരിക്കും സാർ. ആ കാരണം കൊണ്ട് ഓമന വല്ല അബദ്ധവും? എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഡിവൈഎസ്പി വർമ്മയല്ല ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പാടോ. മരിച്ചവരോ മരിച്ചു. ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരുടെ സ്വയം കൂടി കിടത്തണോ തോമാച്ച? അയ്യോ അയ്യോ എടാ, കള്ളമൊഴി കൊടുക്കല്ലേടാ? അയ്യോ സാറേ, ഞാൻ സത്യം സാറേ പറഞ്ഞേ. അയ്യോ അടിക്കില്ലേ സാറേ, സാറേ അടിക്കില്ലേ സാറേ. അയ്യോ അയ്യോ ഇനി അടിക്കില്ലേ സാറേ. അയ്യോ 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 സാറേ, അയ്യോ 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 നീ നെല്ലടാ.
തന്റെ അയൽവാസിയായ ഔസേപ്പച്ചന്റെ മരുമകൾ ഓമന മരിച്ച രാത്രി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന ശബ്ദം ഞാൻ കേട്ടോടൂ? കേട്ടു. കേട്ടോ? കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നേ. എവിടെ പോയിരിക്കുമായിരുന്നു? ഞാനും ഭാര്യയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയിരിക്കായിരുന്നേ. ആ, ശ്രീധരന് സണ്ണിയെ കുറിച്ച് അഭിപ്രായം എന്താ? നല്ലവനാ. കുടിക്കുമ്പോഴോ? കുടിക്കുമ്പോ ഞാൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടേ ഇല്ലേ. ഔസേപ്പച്ചനോ? ഔസേപ്പച്ചൻ കള്ളനാ സാറേ, ചീത്തയാ. അലക്സേ, ഇയാളെ ഒന്നുകൂടെ അപ്പുറത്തോട്ട് വിളിച്ചോണ്ട് പോയാട്ടെ. അയ്യോ വേണ്ട സാറേ, ഞാൻ സത്യം പറയാം. അലക്സ് നല്ലവനാ. അല്ല, ഔസേപ്പച്ചൻ നല്ലവനാ, പരോപകാരിയാ, ധർമ്മിഷ്ഠനാ, ഈ ലോകർക്കെല്ലാം വേണ്ടവനാ. താനെന്താ ഈ വിവരം അന്ന് വർമ്മ സാറിനോട് പറയാതിരുന്നത്? അത് ഞാൻ പിന്നെ പറയത്തില്ല. താൻ ഔസേപ്പച്ചന്റെ കുടികിടപ്പുകാരനല്ലേ? അത് ഒഴിയാൻ പറഞ്ഞുകൊണ്ടല്ലേടോ താനെന്ന് കള്ളമൊഴി കൊടുത്തത് അല്ലേ? അലക്സേ, ആള് പെശക. ഇപ്പോഴേ എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോ. ഇതോടെ വേണ്ട, ഞാൻ ഡ്യൂട്ടിയില്ല. റമി മാത്തിനാ സാറേ. വർഷം ഒരുപാടായി ഔസേപ്പച്ച ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് തൊട്ട ഒരു കേസും എന്റെ തീരുമാനത്തിനപ്പുറം പോയിട്ടില്ല. നാരായണൻ പറഞ്ഞു. പിന്നെ നന്ദികേട് കാണിച്ച് ശീലമില്ലാത്തതുകൊണ്ട് DSP ദേവദാസ് എന്ന് പറഞ്ഞ സത്യവാന്റെ അവതാരമാണെന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സണ്ണിയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. ഔസേപ്പച്ചന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക. ഓമനയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക. ഔസേപ്പച്ച കൊലയാളി പിന്നെ കണ്ടോളാം. കൈക്കൂലി വീര ദേവദാസ്, നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സണ്ണിയെ അറസ്റ്റ് ചെയ്യുക. അവരവിടെ നിന്നാ മതി. പോലീസ് നീതി പാലിക്കുക. ആ നേതാവിനെ വിളിച്ചോണ്ട് വന്നേ. പറഞ്ഞത് നിങ്ങൾ 3 ഇങ്ങോട്ട് വരും. അങ്ങോട്ട് നീങ്ങി മാറും. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം സാറിന് അറിഞ്ഞുകൂടി? എടോ കളവാ, ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നിന്നെയൊക്കെ പ്രതികളാക്കി ഞാൻ അകത്ത് തള്ളും. സാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. മിണ്ടരുത്. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. എടോ, മീശ പെഴുത പാരമ്പര്യം എനിക്കുണ്ട്. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക. ദേവദാസ് നീതി പാലിക്കുക.